പറയല്ല. പിന്നെ അള്ള എന്ത് പറയാണ്? സനാവ് പറയലാണ്, അതാണ് സലാത്ത്. ഫഖ്ർ പറയലാണ്, തൻ്റെ അടിമയുടെ ഫഖ്ർ പറയലാണ്, അതാണ് സലാത്ത്. സലാം പറഞ്ഞാൽ വേറെ ഒരാളോട് പറയണം. എന്ത് സലാം കൊടുക്കണം കേട്ടോ? അല്ല വേറെ ആളോട് പറയല്ല. നിങ്ങൾ പറഞ്ഞോളി സലാം. അള്ള സലാത്താ പറയണേ. തിരിഞ്ഞില്ല, ആയത്തന്നെ പഠിച്ചാളി. ഇന്നല്ലാഹ വ മലായികത്തുഹു യസ്സല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനീങ്ങളെ സല്ലു അലൈഹി. നിങ്ങൾ സ്വലാത്തും പറഞ്ഞോളി, സല്ലിമു അലൈഹി സലാം പറഞ്ഞോളി. കാരണം നിങ്ങൾക്ക് അപ്പർ ക്ലാസ്സിൽ ഒരാളുണ്ടാവുമല്ലോ. അള്ളാഹ്ക്ക് ഞാൻ അപ്പർ ക്ലാസ്സിൽ പറയാൻ ഒരാള്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം به حالة لم تعط لذكر منفذا فما خاطر للعبد إلا محمد وما يرى الرائي سواه ولا قضى عليه صلاة الله ثم عليه صلاة الله ثم سلامه أكرر تسليم الحبيب تلذذا عليه صلاة الله ثم سلامه مع الآل والأصحاب من نور أنقذا. അലൈഹി സ്വലാത്തുള്ളാഹി ഫമാ ഖാതിറു ലിൽ അബ്ദി ഇല്ലാ മുഹമ്മദ് ഒക്കെ കഴിഞ്ഞ ക്ലാസ് തീർന്നാണ്. അലൈഹി സ്വലാത്തുള്ളാഹി, ആ നബിയുടെ മേലെ അള്ളാഹുവിൻ്റെ സ്വലാത്ത് ഉണ്ടാകട്ടെ. സുമ്മ സലാമു, പിന്നെ അള്ളാഹുവിൻ്റെ സലാമും ഉണ്ടാകട്ടെ. ബിഹാ, ആ സ്വലാത്ത് സലാമു കൊണ്ട് ത്വാബലിൽ അർവാഹി, റൂഹുകൾക്ക് ഭംഗിയായി ലഭിക്കും. ലിൽ മുസ്തഫ, മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഗിദ, ഒരു ഭക്ഷണം. റൂഹുകൾക്ക് ഭക്ഷണം നന്നായി ലഭിക്കും സ്വലാത്ത് സലാമിലൂടെ. ലിൽ മുസ്തഫ, മുസ്തഫ വഴിയായി റൂഹുകൾക്ക് ലഭിക്കും. ത്വാബ, ഭംഗിയായി ലഭിക്കും. ഗിദ, ഭക്ഷണം. ഗിദ, ഭക്ഷണം. മനസ്സിലായില്ലേ? പകൽ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ ഗിദ എന്ന് പറയും. അറബികൾ പറയില്ല തഖദ്ദൈത്, ഗദ, ഗിദ ഒക്കെ ഒറ്റ അർത്ഥത്തിലാണ്. ഭക്ഷണം, റൂഹുകൾക്ക് ഭക്ഷണത്തിന് നേരം പറഞ്ഞാൽ പകലാണ്, രാത്രി ഭക്ഷണമില്ല. അതുകൊണ്ടാണ് അതിന് ഗിദ എന്ന് പറയുന്നത്. ഭക്ഷണം, പകൽ ഭക്ഷണം, രാത്രി ഭക്ഷണമില്ലല്ലോ. രാത്രിയല്ല ഭക്ഷണം, ഭക്ഷണം പകലാണ്. അപ്പോൾ ഗിദ, ഗദ, ഗിദ ഒക്കെ ഒരു പ്രയോഗമാണ്. ബിഹാ, ആ സ്വലാത്ത് സലാം കൊണ്ട് ത്വാബ, ഭംഗിയായി ലഭിക്കും. ലിൽ അർവാഹി, റൂഹുകൾക്ക് ലഭിക്കും. ലിൽ മുസ്തഫ, മുസ്തഫയിലൂടെ ലഭിക്കും. ഗിദ, നല്ല ഭക്ഷണം ലഭിക്കും. ബിഹാ, ആ സ്വലാത്ത് സലാം കൊണ്ട് ത്വാബ, ഭംഗിയായി ലഭിക്കും. എന്ത് ലഭിക്കും? ഗിദ, ഭക്ഷണം ലഭിക്കും, ഭംഗിയായി ലഭിക്കും. ആർക്ക്? റൂഹുകൾക്ക്. ആരിലൂടെ? മുസ്തഫയിലൂടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. عليه صلاة الله ثم سلامه بها يقرب العادي إلى العبد منقذا. عليه, ആ നബിയുടെ മേലുണ്ടാകട്ടെ സ്വലാത്തുള്ളാഹി സുമ്മ സലാമു, അള്ളാഹുവിൻ്റെ സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ. ക്ലാസ്സിനാണ് അവിടെ കാത്തിരിക്കണമെങ്കിൽ അവരോട്, ഇവിടെയാണ് ക്ലാസ് എന്ന് അറിയിച്ചിട്ട് അവരവിടെ എന്ന് വിചാരിക്കും. പോയിട്ടുണ്ടെങ്കിൽ വിളിക്കും വേണ്ട. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സ്വലാത്തും ഹബീബിൻ്റെ മേലുണ്ടാകട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുള്ള അള്ളാഹുവിൻ്റെ സ്വലാത്തും സുമ്മ സലാമും, അള്ളാഹുവിൻ്റെ സലാമും ഉണ്ടാകട്ടെ ആ ഹബീബിൻ്റെ മേൽ. ബിഹാ, ആ സ്വലാത്ത് സലാം കൊണ്ട് യഖുർബുൽ ഹാദി, ഹാദി അടുക്കും. ഇലൽ അബ്ദി, അബ്ദിലേക്ക് അടുക്കും. കയറിയിരുന്നോളൂ മക്കളെ. ഹാദി അടുക്കും. ആരാണ് ഹാദി? വെളിച്ചം കാട്ടേണ്ടവൻ. ആരാ വെളിച്ചം കാട്ടേണ്ടവൻ? അള്ളാഹു. ഹാദി അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ സിഫത്താണ്. ആര്? എന്ത്? ഹാദി. ഹാദി, ഹിദായത്ത് കൊടുക്കുന്നവൻ. ആ ഹിദായത്ത് കൊടുക്കുന്നവൻ അടുക്കും. ആരിലേക്ക് അടുക്കും? ഇലൽ അബ്ദി, അബ്ദിലേക്ക് അടുക്കും. മുൻകിരൻ, അബ്ദിനെ രക്ഷപ്പെടുത്തുന്ന നിലയിൽ. അപ്പൊ ഏത് ആൾക്കും രക്ഷപ്പെടണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? സ്വലാത്ത് സലാം വേണം. മനസ്സിലായില്ലേ? സ്വലാത്ത് എല്ലാവരും രക്ഷപ്പെടും. സ്വലാത്ത് ഇല്ലെങ്കിൽ രക്ഷപ്പെടും. രക്ഷപ്പെടാനുള്ള വഴി സ്വലാത്ത്. മോളെ ഇങ്ങോട്ട് കയറിയിരുന്നാൽ കുറച്ച് നാളെ വാതിലായ ആളുകൾ പോയി ഒന്നും പോയിക്കൊണ്ടിരിക്കും. കുറച്ച് കയറിയിരുന്നാൽ സ്വലാത്ത് സലാം, സ്വലാത്തിന്റെ ഫറാണ് സലാം.
സലാമില്ലെങ്കിലും വേണ്ടില്ല, സലാത്ത് ഉണ്ടെങ്കിൽ തന്നെ സലാം ഉണ്ടായി. ഇനി സലാം ചിലപ്പോൾ പറയും. ചില സ്വലാത്തിൽ സലാം ഉണ്ടാവില്ല, ചില സ്വലാത്തിൽ സലാം ഉണ്ടാവും. ഉദാഹരണം പറയാം, സലാത്ത് ഇബ്രാഹിമിയത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അലാ സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹിമ വഅലാ സയ്യിദിനാ ബാരിക അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ കമാ ബാറക്ത അലാ സയ്യിദിനാ ഇബ്രാഹിം വഅലാ സയ്യിദിനാ ഇബ്രാഹിം ഫിൽ ആലമീൻ. അതിൽ എന്തില്ല? സ്വലാത്തേ ഉള്ളൂ, എന്തില്ല? സലാമില്ല. കുഴപ്പമില്ല, ചിലത് സലാത്ത് സലാം ഉണ്ടാവും, സലാത്ത് തന്നെ സലാമാണ് എന്ന് വേറിട്ട് പറയും. ഉദാഹരണം പറയാം, അള്ളാഹുവിൻ്റെ മേൽ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ഉണ്ടാവുക, അള്ളാഹുവിൻ്റെ മേൽ റഹ്മത്ത് ചൊരിയട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാണ്ട് പറഞ്ഞത്? റഹ്മത്തിൻ്റെ ഭാഗമാണല്ലോ എന്ത്? സലാം. ഒരാൾക്ക് രക്ഷ ഉണ്ടാകൽ റഹ്മത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ റഹ്മത്ത് എന്നത് ആമത്തായ വാക്കാണ്, അതിൻ്റെ പരിധി പെടുന്നത് തന്നെയാണ് എന്ത്? സലാം. ചിലപ്പോൾ സലാമിനെ വേറിട്ട് പറയും, ചിലപ്പോൾ വേറിട്ട് പറയില്ല. എന്താണെങ്കിലും പ്രധാനപ്പെട്ട സ്വലാത്താണ് സ്വലാത്ത് ഇബ്രാഹിമിയത്ത്, സലാമില്ല. സ്വലാത്തുൽ ഫാത്തിഹയിലും സലാമില്ല. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره. سلام الله. വലിയ സ്വലാത്തുകളാതൊക്കെ, പക്ഷേ സലാമില്ല. സ്വലാത്ത് ഇബ്രാഹിമിയത്തിലും സലാമില്ല, സ്വലാത്തുൽ ഫാത്തിഹിലും സലാമില്ല. എന്തുകൊണ്ട്? സ്വലാത്ത് തന്നെ വളരെ വിശാലമായ വാക്കാണ്, എല്ലാ സലാമിനെയും സലാത്ത് ഉൾപ്പെടുത്തും. ചിലപ്പോൾ സലാത്ത് സലാം വേറിട്ട് പറയും ചെയ്യും, നല്ലതാണ് അത്രയും എന്ന്. അപ്പോൾ ഇന്നല്ലാഹു മലായികത്തഹു യുസല്ലൂന അലൻ നബി. ഇന്നല്ലാഹു മലായികത്തഹു യുസല്ലൂന അലൻ നബി. അല്ലാഹും അല്ലാഹുവിൻ്റെ മലക്കുകളും പുണ്യ റസൂലിൻ്റെ മേൽ സ്വലാത്ത് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, സല്ലു അലൈഹി, നിങ്ങൾ സ്വലാത്തും പറഞ്ഞോളി, സല്ലു അലൈഹി വസല്ലിമു. അള്ളാഹു സലാം പറയുന്നില്ല എന്ന് പറഞ്ഞില്ല, അള്ളാഹു എന്ത് പറയുന്നുണ്ട്? സ്വലാത്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയലല്ല, പിന്നെന്താണ്? അള്ളാഹുവിൻ്റെ ഹബീബിനെ സലാം ചെയ്യലാണ്. സല്ലിമു എന്ന് പറഞ്ഞാൽ സലാം പറയലാണ്, സലാം ഉണ്ടാവട്ടെ എന്നറിയില്ല. അള്ളഞ്ഞി വേറെ ആരോട് അഞ്ഞി സലാം ഉണ്ടാവട്ടെ എന്നുണ്ട്? അപ്പർ ക്ലാസ്സിൽ വേറെ ഒരാളുണ്ടാകട്ടെ, മനസ്സിലായില്ല? അപ്പർ ക്ലാസ്സിൽ വേറെ ഒരാൾ ഉണ്ടാവണ്ടേ, സലാം ഉണ്ടാവട്ടെ എന്ന് അള്ളാഹു തആല പറയണമെങ്കിൽ നിങ്ങളതും പറഞ്ഞാൽ സലാം ഉണ്ടാവട്ടെ നിങ്ങൾ ആരോടാ പറയണത്? മനസ്സിലായില്ല? അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് രക്ഷ ഉണ്ടാവട്ടെ നിങ്ങൾ പറഞ്ഞോളി. അത് നിങ്ങൾക്കൊരു അപ്പർ ക്ലാസ്സിലുണ്ട് ഒരാൾ, ആര്? അള്ളാഹു. സലാമോടെ കൂട്ടുക ചെയ്ത്. ഇന്നല്ലാഹ മലായികത്തഹു യുസല്ലൂന അലൻ നബി. അള്ളാഹു അള്ളാഹിൻ്റെ മലക്കുകൾ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് പറയുന്നത്. സ്വലാത്ത് പറയുന്ന അള്ളാഹിൻ്റെ സ്വലാത്ത് പറഞ്ഞാൽ സനാഉ അലൈഹി, റസൂലുള്ളാഹിന്റെ മേൽ സനാഉ പറയലാണ്. സുൽത്താനിലോനാണ്, സുൽത്താൻ ഷാറുള്ള ആളാണ്, ഇങ്ങനെയാണ് മാത്രം പറയലാണ്. സലാം അങ്ങനെയല്ല, സലാം ഉണ്ടാവട്ടെ എന്ന് പറയലാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? സനാവ് പറയലാണ്, അതാണ് സ്വലാത്ത്. ഫഖ്ർ പറയലാണ്, തൻ്റെ അടിമയുടെ ഫഖ്ർ പറയലാണ്, അതാണ് സ്വലാത്ത്. സലാം പറഞ്ഞാൽ വേറൊരാളോട് പറയണം. എന്ത്? സലാം കൊടുക്കണം കേട്ടോ. അള്ളാഹ് വേറെ ആളോട് പറയല്ലേ? നിങ്ങൾ പറഞ്ഞോളി സലാം. അള്ളാഹ് സ്വലാത്താ പറയണേ. തിരിഞ്ഞില്ല, തന്നെ പഠിച്ചാണ്. ഇന്നല്ലാഹ വമലായികത്തഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, സല്ലു അലൈഹി, നിങ്ങൾ സ്വലാത്തും പറഞ്ഞോളി, സല്ലിമു അലൈഹി സലാം പറഞ്ഞോളി. കാരണം നിങ്ങൾക്ക് അപ്പർ ക്ലാസ്സിൽ ഒരാളുണ്ടാവില്ല, അള്ളാഹ്ക്ക് ഇനി അപ്പർ ക്ലാസ്സിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം. ഒന്നും ബേജാറാകണ്ട, അതാണ് ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അപ്പം അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാമുഹു ബിഹാ യഖ്റുബുൽ ഹാദി ഇലൽ അബ്ദി മുൻഖിദാ. ബിഹാ, ആ സ്വലാത്ത് കൊണ്ട്, യഖ്റുബുൽ, അലൈഹി സ്വലാത്തു സലാം കൊണ്ട്, യഖ്റുബുൽ ഹാദി,
നിങ്ങൾ ചെല്ലുന്ന സ്വലാത്ത് കൊണ്ട് അല്ലെങ്കിൽ സ്വലാത്ത് സലാം കൊണ്ട് യഖ്റുബു അടുത്ത് വരും അൽ ഹാദി ഹാദിയായവൻ. ഹാദിയാവൻ എന്ന് പറഞ്ഞാൽ ഹിദായത്ത് കൊടുക്കുന്നവനായ അല്ലാഹു തആല അടുത്ത് വരും. ഇല്ലൽ അബ്ദി അബ്ദിലേക്ക് അടുത്ത് വരും. മുൻഖിദൻ അബ്ദിനെ രക്ഷപ്പെടുത്തുന്നവനാവുന്ന നിലയിൽ രക്ഷപ്പെടുത്തുന്നവനായി അടുത്തേക്ക് വരും. അള്ളാഹു നിങ്ങളെ മുഖറബാവും. അള്ളാഹുവിലേക്ക് നിങ്ങൾ മുഖറബാവും. അള്ളാഹു നിങ്ങളെ മുഖറബായാൽ നിങ്ങൾ രക്ഷപ്പെടും. മുൻഖിദൻ രക്ഷപ്പെടുത്തുന്നവനായ നിലയിൽ. ആരെ? അടിമയിലേക്ക് അടുത്തു വരും അല്ലാഹു തആല. മുൻഖിദ അബ്ദിനെ രക്ഷപ്പെടുത്തുന്നവനായ നിലയിൽ. അപ്പൊ ഏതൊരു പ്രയാസം ഉണ്ടെങ്കിലും ആ പ്രയാസത്തിൽ നിന്ന് എന്തുകൊണ്ട് രക്ഷപ്പെടും? സ്വലാത്തോട് രക്ഷപ്പെടും. സ്വലാത്തിലേക്ക് വിളി. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. സ്വലാത്തിലേക്ക് സ്വലാത്തന്നെ സദാസമയവും അതിനേക്കാൾ വലിയ അമലില്ല. പകരം സ്വലാത്ത് അങ്ങനെ ചൊല്ലി. അതുകൊണ്ട് ഒരുപാട് നന്മയുണ്ടാവും. ഉദാഹരണം പറയാം, ഒരു സ്വലാത്തിലിട്ടാണ് ഒരു അമൽ ചെയ്യണമെങ്കിൽ ആ അമലൊരു ഖൈറുണ്ടാവും. ഒരു ഓഫീസിൽ ഒരാൾ സ്വലാത്തിൽ കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഓഫീസിൽ ഖൈറുണ്ടാവും. സ്വലാത്തിലുള്ള ഒരു പെണ്ണൊരു വീട്ടിലുണ്ടെങ്കിൽ ഭർത്താവിന് അപകടങ്ങളെ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ അള്ളാഹു നിശ്ചയിച്ചേ ഉണ്ടാകേണ്ടി വരും. അതിന് പ്രശ്നമൊന്നുമില്ലേനും. അപ്പം അള്ളാഹു നിശ്ചയിച്ചതാണ് ഒരാൾ മരിക്കുക. മരിക്കലൊരു തെറ്റല്ലല്ലോ, മരിക്കലൊരു തെറ്റല്ല. ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആൾക്ക് അവിടെ സുഖം, അവൾക്കോ ഇവിടെയും സുഖം. അവൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, പേടിക്കേണ്ട. സ്വലാത്തിൽ നിന്നവർക്ക് ഉണ്ടാവില്ല. സ്വലാത്തിൽ നിന്നൊരു പെണ്ണ് വീട്ടിലുണ്ടോ, ആ വീട്ടിൽ ആ പെണ്ണുള്ള ഭർത്താവിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്. അതാണ് പെണ്ണ് ചെയ്തു കൊടുക്കേണ്ടത്. ആ പെണ്ണിനെ ഒരാൾ കണ്ടാണ് ആൾക്ക് സന്തോഷം ഉണ്ടാവും. എന്ത്? അവരുടെ കണ്ണിലാണ്, വായിലല്ല. നൂറാനിയത്ത് എപ്പോഴും കണ്ണിലാണ്. പെണ്ണുങ്ങളിപ്പോൾ വയലറിയാണ്, വയലല്ല പെണ്ണ് പറയേണ്ടത്. ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് സന്തോഷം ഉണ്ടാവും, ആ ഭർത്താവിന് സന്തോഷം ഉണ്ടാവും. ആ പെണ്ണ് സ്വലാത്തിലാണ് ദായിമാവുന്നതെങ്കിൽ പിന്നെ ആ പെണ്ണിന് വേറൊരു പെണ്ണുണ്ടായാൽ ആ പെണ്ണിന് സന്തോഷം ഉണ്ടാവും. അവരുടെ കണ്ണിനാണ്. ഇത്തഖു ഫിറാസത്തുൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു മിൻ നൂരില്ലാഹി അസ്സ വജല്ല. മുഅ്മിനിന്റെ മുഖകാന്തിയെ പേടിക്കുക. അവർ അല്ലാഹുവിൻ്റെ നൂറ് കൊണ്ടേ നോക്കൂ. ഇതാണ് പഴയകാലത്തെ നമ്മളെ പെണ്ണുങ്ങളൊക്കെ. ചിലർ പറയില്ലേ, ആ അമ്മാനെന്ന് പോയി കണ്ടു വന്നാൽ തന്നെ റാഹത്ത ഇല്ലേ? അങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. അതിനൊന്ന് കണ്ടു വന്നൊരു സന്തോഷം. കുറച്ചു കാലം നമ്മളെ പിന്നെ വിട്ടുപിരിഞ്ഞ ഒരാൾ പിന്നെ വല്യമ്മാൻ്റെ അടുത്ത് വന്നപ്പോൾ പറയാം, നിങ്ങളെ കാണായിട്ടില്ല, വല്ലാത്ത ഇടങ്ങ്, നിങ്ങളെ കണ്ടു വന്നാൽ 2 ആഴ്ചക്ക് അത് മതി. സത്യമാണ്, 2 ആഴ്ചക്ക് അത് മതി. ആ മുഖത്തിൽ വിളിച്ചുണ്ടാവും. ഫഇന്നഹു യൻദുറു മിൻ നൂരില്ലാഹി അസ്സ വജല്ല. അള്ളാഹുവിൻ്റെ നൂറ് കൊണ്ടാണ് അവർ മറ്റൊരാളെ നോക്കുക. എവിടുന്നാണ് ഈ നൂറ് അവർക്ക് കിട്ടിയത്? ഒന്ന് അവർ ഇഹ്സാൻ, നന്മ. 2 അവരുടെ കിസ്റത്ത് സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മളെ മാറ്റം. മനസ്സിലാവേണ്ട പറഞ്ഞു. അതന്നെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശത്ത് അപകടങ്ങൾ വന്നത് വളരെ കുറവാണ്, വളരെ കുറവാണ്. ചരിത്രത്തിൽ അങ്ങനെ വളരെ കുറവാണ്. എന്താ കാരണം? അവരെ മുസല്ലിയാത്തുണ്ടായിരുന്നു, സ്വലാത്തിരുന്ന പെണ്ണുങ്ങൾ. അവിടെ മുതൽ ഇവിടം വരെയും അവിടേക്ക് ആ സ്വഹാബത്ത് വന്നത്, ആ മണ്ണിലേക്ക് ആ സ്വഹാബത്ത് വന്നത്. ആ സ്വഹാബത്ത് വന്ന നന്മയാണത്. കിഴക്ക് അല്ല നന്മ, പടിഞ്ഞാറാണ്. 1 മുഴം കിഴക്ക് പോയാൽ, 1/2 മുഴം കിഴക്ക് പോയാൽ 1 മുഴം അമുക്ക് എന്ന് പറയും പഴയ കാലത്തെ ആളുകൾ. എപ്പോഴും പടിഞ്ഞാറാണ് ഈ കോസ്റ്റൽ ബെൽറ്റ്. നന്മയാണ്. അവർ സഹാവത്ത് ഒരുപാട് നന്മ കടപ്പുറത്തുണ്ട്. കടപ്പുറത്ത് ഏത് കാലത്തും സ്വലാത്ത് ദായിമാക്കുന്ന സ്ത്രീകളുണ്ട്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ അപൂർവമായിട്ട് മാത്രമാണ് സുനാമി നമ്മളെ ബാധിച്ചത്. സത്യത്തിൽ കടലൊന്ന് കയറാനേ ഉള്ളൂ, പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്താ കാരണം? അവരെ മുസല്ലിയാത്തുണ്ടായിരുന്നു, സ്വലാത്തിരുന്ന പെണ്ണുങ്ങൾ. അവിടെ മുതൽ ഇവിടം വരെയും അവിടേക്ക് ആ സ്വഹാബത്ത് വന്നത്, ആ മണ്ണിലേക്ക് ആ സ്വഹാബത്ത് വന്നത്. ആ സ്വഹാബത്ത് വന്ന നന്മയാണത്. കിഴക്ക് അല്ല നന്മ, പടിഞ്ഞാറാണ്.
ഒരു മുഴം കിഴക്ക് പോയാൽ അരമുഴം കിഴക്ക് പോയാൽ ഒരു മുഴം അമുക്ക് എന്ന് പറയും പഴയ കാലത്തെ ആളുകൾ. എപ്പോഴും പടിഞ്ഞാറാണ് ഈ കോസ്റ്റൽ ബെൽറ്റ് നന്മയാണ്. അവർ സഹാവത്ത് ഒരുപാട് നന്മ കടപ്പുറത്തുണ്ട്. കടപ്പുറത്ത് ഏത് കാലത്തും സ്വലാത്ത് ദായിമാക്കുന്ന സ്ത്രീകളുണ്ട്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ അപൂർവമായിട്ട് മാത്രമാണ് സുനാമി നമ്മളെ ബാധിച്ചത്. സത്യത്തിൽ കടലൊന്ന് കയറാനേ ഉള്ളൂ, പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല. അപൂർവമാണ് നമ്മളെ പ്രയാസങ്ങളുണ്ടായത്. കടല് കയറാൻ ഒരു മിനിറ്റ് കയറാനില്ല, കേരളം വെള്ളത്തിനടിയിലാവും. അപ്പോൾ നമ്മളിതൊക്കെ ചിന്തിക്കണം. അതിന് കാരണം എന്താ? കാസർഗോഡ് മുതൽ അങ്ങനെ മംഗലാപുരം മുതൽ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കന്യാകുമാരി വരെയുള്ള ഈ കോസ്റ്റൽ ബെൽറ്റിൻ്റെ മാറ്റം തന്നാൽ രാവും പകലും സ്വലാത്ത് ദായിമാക്കുന്ന ഇഷ്ടം പോലെ സ്ത്രീകൾ ചരിത്രത്തിൽ ഏത് കാലത്തും ഈ കടപ്പുറത്തുണ്ടായിട്ടുണ്ട്, എന്നും ഉണ്ടായിട്ടുണ്ട്. ഏത് അപഭ്രംശവും അവരെ ബാധിച്ചിട്ടില്ല. വഹാബിയത്തൊക്കെ വളരെ കുറഞ്ഞ് ബാധിച്ച പ്രദേശങ്ങളാണ് കോസ്റ്റൽ ബെൽറ്റ്, വളരെ കുറഞ്ഞ് ബാധിച്ചിട്ടുള്ളൂ. കിഴക്കങ്ങനെയല്ല, കിഴക്ക് ചാഞ്ഞും ചെഞ്ഞും നിൽക്കും. അത് സഹാബത്ത് വന്ന മണ്ണ. സഹാബത്തിൻ്റെ ഖബറൊക്കെ അവിടെയല്ലേ? ഏകദേശം സഹാബികളെല്ലാം കടപ്പുറത്തല്ലേ? ഇപ്പം മാലിക്കും ദീനാർ മനസ്സിലായി, സഹാബിയാണെന്നതിൻ്റെ അടിസ്ഥാനം. അതാണ് ഒരു അഭിപ്രായം. കടപ്പുറത്തല്ലേ? തമീമുൽ അൻസാരി കടപ്പുറത്തല്ലേ? മസ്ജിദ് കടപ്പുറത്തല്ലേ? ഇങ്ങനെ കൂട്ടി നോക്കി. അപൂർവം മാത്രമാണ് സഹാബത്ത് ഉള്ളിലേക്ക് പോയത്. പിന്നെ അടിസ്ഥാനപരമായി എന്താണ്? കടൽ ജോലി ചെയ്യുക, തൊഴിൽ കച്ചവടം ചെയ്യുക, ഇതാണ് മുസ്ലിങ്ങളുടെ അടിസ്ഥാന ജീവിത മാർഗം. അതാണ്. മുസ്ലിങ്ങൾ കിഴക്കോട്ട് വരുന്നത് ഏകദേശം 5 നൂറ്റാണ്ടിൻ്റെ ഉള്ളിലാണ്. അതിന് കാരണം പോർച്ചുഗീസുകാർ. മനസ്സിലായില്ല? പോർച്ചുഗീസുകാരുടെ വരവോട് കൂടിയാണ് മുസ്ലിങ്ങൾ കിഴക്കോട്ട് പോയിട്ടുള്ളത്. അടിസ്ഥാനപരമായി മുസ്ലിങ്ങൾ എക്കാലത്ത് എവിടെയാണ്? പടിഞ്ഞാറ്. കിഴക്കോട്ട് പോയപ്പോൾ അതിൻ്റെ ഒരു ദോഷവും നമ്മളെ ബാധിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയാം, കിഴക്ക് സഖാവത്ത് കമ്മിയാണ്, ധർമ്മം, ദാനധർമ്മം കിഴക്ക് കമ്മിയായിരിക്കും. പടിഞ്ഞാറ് കയ്യിലുള്ളൊക്കെ കൊടുക്കും. പടിഞ്ഞാറിന് സുഖം എന്താ? പടിഞ്ഞാറ് കയ്യിലുള്ള അങ്ങനെ തന്നെ എടുക്കും, അങ്ങനെ തന്നെ എടുത്തു കൊടുക്കും, അങ്ങനെ തന്നെ എടുത്തു കൊടുക്കും പടിഞ്ഞാറുള്ളവർ. കിഴക്കുള്ളവർ കൊടുക്കില്ല. കിഴക്കുള്ളവർ ലുബ്ധര. പഠിച്ചാൽ മനസ്സിലാവും. ഒക്കെ പഠിക്കണം. ഞാനിപ്പോൾ കേൾക്കുള്ള ഒരാളാണല്ലോ, ഞാൻ പിന്നെ കേൾക്കിനെ വെറുതെ പറ്റും പറയൂ. അങ്ങനെയാണ് അതിൻ്റെ സിഫത്ത്. അങ്ങനെയാണ് കിഴക്കിൻ്റെ സിഫത്ത്. അങ്ങനെയാണ്. കിഴക്ക് ലുബ്ധന്മാരായിരിക്കും, കടപ്പുറത്ത് സഹയായിരിക്കും. കടപ്പുറത്ത് താമസിക്കുന്ന ആളുകളുടെ അടിസ്ഥാനത്തിൽ അതുണ്ട്. എന്ത്? സഖാവത്ത്. അതായത് ഒരാൾ ചോദിച്ചാൽ കൊടുക്കാം. ദാനധർമ്മങ്ങളിൽ വലിയ താല്പര്യമാണ് പടിഞ്ഞാറുള്ളവർക്ക്. കിഴക്കുള്ളവർ അങ്ങനെയല്ല. കിഴക്കുള്ളവർ എപ്പോഴും അതിന് കിഴക്ക് കൃഷിയാണ്, പടിഞ്ഞാറ് കടല. കടലിൽ നാളെയും വരുമാന തിരിഞ്ഞില്ല. ഇതിനവർക്ക് കാരണമുണ്ട്. ഇപ്പം ഇന്ന് കടപ്പുറത്ത് മീൻ വിറ്റ് വന്നപ്പോൾ ഒരാൾ ചോദിച്ചു, അപ്പോൾ അതൊക്കെ കൊടുത്തു. കാരണം നാളെ കിട്ടും കടലിൽ നിന്ന്. കൃഷി അങ്ങനെയല്ല. കൃഷി കൊല്ലത്തിൽ 2 വരുമാനമാണ്. അപ്പോൾ എപ്പോഴും ഒരു പിടിച്ചു വെക്കും. ഇതൊക്കെ സത്യമാണ്. ഇതൊക്കെ യഥാർത്ഥ സത്യമാണ്. മനസ്സിലാവണ്ട പറഞ്ഞു. വളരെ വളരെ നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം. എന്താ ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറയേണ്ട കാരണം എന്താണ്? അവരിലേക്ക് വരാനുള്ള കാരണം എന്താ? അവരിലേക്ക് വരാനുള്ള കാരണം? അതെ സ്വലാത്തന്നെ. കടപ്പുറത്ത് സ്വലാത്തിൽ ആളുകൾ അധികരിച്ചു. എമ്പാടും എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഏത് കാലത്തും ഇപ്പോഴും ഉണ്ട്. ആയിരക്കണക്കായ സ്വലാത്ത് ദിവസം ചെല്ലുന്ന ആളുകൾ കടപ്പുറത്തെ ഉമ്മമാരിപ്പോഴുണ്ട്. കുറച്ച് ഇപ്പം അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കിഴക്കിലേക്കൊക്കെ ഗ്രൂപ്പുകളുണ്ട്, സ്വലാത്ത് ഗ്രൂപ്പുകൾ. അവിടെ സ്വലാത്ത് ഗ്രൂപ്പിൻ്റെ ആവശ്യമില്ല. നേരത്തെ തന്നെ സ്വലാത്ത് ഗ്രൂപ്പായിട്ട് പിന്നെ അങ്ങനെ ഇത് പറയാനുള്ള വേറെ ഒരു കാരണം എന്തെന്നാൽ സലാത്ത് എന്നത് മൂക്കിതാന്ന് പറഞ്ഞു. ഞാൻ കടപ്പുറത്തുള്ള ആളുകൾ രക്ഷപ്പെടാനുള്ള കാരണം അവർ സലാത്തായിരിക്കും. കടലിൽ വല്ലാതെ അപകടം നമുക്ക് ഉണ്ടായിട്ടില്ല.
പിന്നെ എന്നെ പറയാനുള്ള കാരണം ഭാര്യമാർ, പെണ്ണുങ്ങൾ എപ്പോഴും സലാത്തിൽ ദായിമാണ്, എന്നാൽ അവരെ ഭർത്താക്കന്മാർ രക്ഷപ്പെടും. അതാണ് കാരണം. പെണ്ണുങ്ങളുടെ കാര്യം പ്രത്യേകിച്ചും അങ്ങനെയാണ്. പെണ്ണുങ്ങൾ സ്വലാത്തിയല്ലി വീട്ടിൽ സ്വലാത്തിയല്ലിരുന്നാൽ മതി, ആണുങ്ങൾക്ക് രക്ഷയുണ്ടാവും. വയലാറിൻ്റെ ആൾക്കായിരിക്കും ഒരു കവിത. വയലാറിൻ്റെ ആയിരിക്കും. അരയത്തിപ്പെണ്ണ് പിഴച്ചു പോയി അവനെ കടലമ്മ കൊണ്ടുപോയി എന്ന പാട്ടുണ്ട്. വയലാറിൻ്റെ ആ പാട്ട് എൻ്റെ ഓർമ്മ ഒരു 40 years 40 കൊല്ലം മുമ്പൊക്കെ ഉണ്ടാകുന്ന ഒരു പാട്ടാണ്. ഈ വിഷയം തകഴി പറയുന്നുണ്ട്. എന്ത് പിന്നെ ഭർത്താവ് മരിച്ചു, പെണ്ണ് പിഴച്ചുപോയി, മുക്കുവക്കൊടിയിലിരിക്കുന്ന പെണ്ണ് പിഴച്ചു, കടലിൽ പോയവൻ തിരിച്ചു വന്നില്ല. എവിടുന്ന് അവർക്ക് വിശ്വാസം കിട്ടിയ? ഈ വിശ്വാസം സ്വഹാബത്ത് നിന്ന് കിട്ടിയതായിരിക്കും. മനസ്സിലായില്ല. സ്വഹാബത്ത് നിന്ന് കിട്ടിയൊരു വിശ്വാസം ആരെയാണത്? വീട്ടിലുള്ള അത് റസൂലുള്ളാഹിന്റെ ഹദീസുണ്ട്. ഹബീബ റസൂലുള്ളാഹിന്റെ പെണ്ണിൻ്റെ ഉത്തരവാദിത്തമാണ്. പെണ്ണ് നന്നായാൽ ഭർത്താവ് ഫൽഫർ ബിദാത്തിദ്ദീൻ, ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കി. ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ പുരുഷന് ജയിക്കാം. ദീനുള്ള ഭർത്താവ് ഉണ്ടെങ്കിൽ പെണ്ണിന് ജയിക്കാമെന്ന ഹദീസ് ഞാൻ കണ്ടിട്ടില്ല. ദീനുള്ള ഭർത്താവ് ഉണ്ടെങ്കിൽ പെണ്ണിന് ജയിക്കാം. പിന്നെ മഴയാണ്, കൂടെ വണ്ടി ഓടിച്ചു പോരുകയാണ്. അപ്പോൾ അവനെ എന്ത് ചെയ്തു? അള്ളാഹു രക്ഷപ്പെടുത്തും. എന്തേ ചോനെ മഴ പെയ്യാണല്ലോ, ആ മനുഷ്യൻ എത്തിയിട്ടില്ലല്ലോ റബ്ബേന്ന്. ആ പെണ്ണ് ദ്വാര ചെയ്തിട്ടുണ്ടാവും. ആ പെണ്ണ് രാവും പകലും സ്വലാത്തിൻ്റെ പെണ്ണുമാണ്, അത് മതിയാവും. ഞങ്ങളോട് കഥ പറഞ്ഞിട്ടുണ്ട്. പഴയ കാലത്ത് നമ്മളൊക്കെ തന്നെ നാടുകളുണ്ടായിരുന്നു. എൻ്റെ നാട്ടിലൊക്കെ ഈ കൂപ്പിൽ പണിക്ക് പോയിരുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ രാത്രിയൊക്കെ വരിക, ചിലപ്പോൾ ആഴ്ചയിലൊരിക്കൽ വരിക. അപ്പോൾ ആഴ്ചയിൽ ആകുമ്പോഴത്തിന് കൊണ്ടുവന്ന് കൊടുത്ത അരിയൊക്കെ വീട്ടിൽ കഴിയും. അപ്പോൾ ഈ സ്ത്രീകൾ അക്കാലത്തെ ചില വീടുകളിലൊക്കെ സ്ത്രീകൾ പിന്നെന്താ പറയുക, വിറകും കൊണ്ട് ചെറിയ വെള്ളം ചൂടാക്കി അങ്ങനെ ഇടും. അയാൾ വന്ന അരിയും കൊണ്ടുവരും, ഒരാഴ്ചകൾ അരിയും കൊണ്ടുവരും. പിന്നെ പിറ്റേന്ന് പിന്നെ വീട്ടിൽ താമസിച്ച ഒരു ദിവസം നിന്ന് പിറ്റേന്ന് പിന്നെ കൂപ്പിൽ പണിക്ക് പോകും. അപ്പോൾ ഈ സ്ത്രീകളുടെ ഒരു കഥ എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ ഓർമ്മയിലുള്ള അത്തരം സ്ത്രീകളൊക്കെ വൈകുന്നേരം ആയാൽ മങ്കൂസ്മൂല് ചോറും. കുട്ടികൾ ഉറങ്ങും. എന്തുകൊണ്ട് ഉറങ്ങും എന്നറിയാൻ അയാൾ വരാൻ നേരം വൈകും. അപ്പോൾ ഈ സ്ത്രീകളൊക്കെ ദുആ ചെയ്യും, പഠിച്ചോനെ ആനക്കാട്ടിലൂടെ വരിക, ആ മനുഷ്യനൊന്നും പറ്റരുത് റബ്ബേ എന്ന്. കൂപ്പിന്ന് കണി കഴിഞ്ഞ് ആനക്കാട്ടിലൂടെ രാത്രി നടന്ന് വന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, അരി വാങ്ങി കൊണ്ടുവന്ന് കൊടുത്ത് ഭാര്യൻ്റെ ഒപ്പം കിടന്നുറങ്ങി പിറ്റേന്ന് പിന്നെ ഒന്ന് റെസ്റ്റ് എടുത്ത് പോകുന്ന അത്രയും ആളുകൾ എൻ്റെ കുട്ടിക്കാലത്തുണ്ട്. അവർക്കൊന്നും പറ്റിയില്ല. എന്താ പറ്റാതിരിക്കാൻ കാരണം? ഈ പെണ്ണുങ്ങളെ ദുആ. അതൊക്കെ അതൊക്കെ അവിടെ നിന്നൊക്കെ പെണ്ണുങ്ങൾ പുറകോട്ട് പോയി. പെണ്ണുങ്ങൾ മൊബൈലെടുത്തു, അതാ പ്രധാനം.